മൗത്ത് ഓർഗൻ അഥവാ ഹാർമോണിക്ക എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് കാണാത്തവരുണ്ടാവില്ല. ചെറുപ്പത്തിലെ ഇതിൻ്റെ ചെറിയ വെർഷനോ എന്തെങ്കിലും ആൾക്കാരുടെ കയ്യിൽ പെടുകയും അവർ ചിലർ വായിക്കുകയും ചിലർക്ക് കാണാൻ മാത്രം പറ്റിയിട്ടുണ്ടാവുള്ളൂ. അവർ ചിലർ കൈ കിട്ടണവർ വെറുതെ കൊണ്ട് വായിച്ച് അതങ്ങ് തീർത്ത് മാറ്റി വെക്കും. എങ്ങനെയാണ് ഇത് വായിക്കുന്നത്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാവാം പലർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. ഈ മൗത്ത് ഓർഗൻ അഥവാ ഹാർമോണിക്ക എന്ന് പറയുന്ന സാധനത്തിൻ്റെ മെച്ചമെന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിൽ സംഗീതമുണ്ട്, പക്ഷേ അത് തൊണ്ടയിൽ കൂടി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. ഇത്രയും എളുപ്പമായിട്ട് വായിക്കാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത് തന്നെ ഏറ്റവും വില കുറഞ്ഞ ഇൻസ്ട്രുമെൻറ്റാണത്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയാതെ ഞാനൊരു ക്ലാസ്സിൻ്റെ രൂപത്തിൽ എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സൊക്കെ എടുക്കുന്ന മുമ്പ് അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ക്ലാസ് തുടങ്ങും. അതായത് ഈ എപ്പിസോഡിൽ 1-2 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുള്ളൂ. പക്ഷേ അതിനു മുമ്പ് കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം അത് ശരിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ശരിക്കും ഒരു 4 മാസം കൊണ്ടൊക്കെ സംഗീതം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് പാടാം, വായിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് സംഗീതം മനസ്സിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ പാട്ട് മനസ്സിൽ വരുന്നുണ്ട്. മനസ്സിൽ നമ്മൾ കിടന്നും തിരിഞ്ഞൊക്കെ പാട്ടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല രസമാണ് പാട്ട് വരുന്നത്. പക്ഷേ പാടാൻ നേരത്ത് പിച്ച് ഔട്ടായി പോകണം അവർക്ക്. കാരണം ഇതിൽ പിച്ച് ഔട്ടാവില്ല, കാരണം ഇതിൽ ഓൾറെഡി പിച്ച് റെഡിയാണ്. നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റും അതിൻ്റെ ബ്രീത്തിങ് ഇന്നും ബ്രീത്ത് ഔട്ടും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സല്ല, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങും. ക്ലാസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്ലാസ്സാണ്. ഒരു 4 മാസം നിങ്ങളിത് കറക്റ്റായിട്ട് ഞാൻ പറയണ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പാട്ടുകൾ വായിക്കാൻ സാധിക്കും. ആ മീഡിയം റേഞ്ചുള്ള ആസ്വാദകർക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ കരഗതമാക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മറ്റുള്ള ഇൻസ്ട്രുമെൻസൊക്കെ പഠിക്കാണ്ട് കണ്ടാൽ സമയം എടുക്കും. ഇത് പെട്ടെന്ന് തന്നെ കരഗതമാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് ഒരു പാട്ട് ഞാൻ പറഞ്ഞിട്ട് അത് വായിക്കാം. പറഞ്ഞിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന പാട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവും. പറയാതെ വായിച്ചു കഴിഞ്ഞാൽ അത് എന്താണാവോ എന്നൊക്കെ ഒന്ന് മനസ്സിലാവും. പിന്നെ പാട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതാണ് വായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലേ എന്ന് പറയും. നിങ്ങൾ അതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ് ജനഗണമന. ജനഗണമന എങ്ങനെയാണ് അതിന് സ്റ്റാർട്ട് ചെയ്യുക? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ജനഗണമന പാടിയത് മനസ്സിലായി. ഈ പാടിയത് ജനഗണയാണെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ദയവായി അവർ ഇതിന് ഉദ്യമിക്കരുത്. കാരണം വെറുതെ സമയം കണ്ടിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ അവർക്ക് വേറെ കാര്യങ്ങൾക്കായി ചിലപ്പോൾ അവർക്ക് ചിത്രരചനയിലായിരിക്കും, അല്ലെങ്കിൽ ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, മ്യൂസിക്കിലേക്ക് വരാത്തതുകൊണ്ടായിരിക്കും അത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞതല്ല, കാരണം ഞാൻ വെറുതെ സമയം കളയണ്ടെന്ന് പറയാം. ഇത് ജനഗണയാണെന്ന് പാടിയിട്ട് മനസ്സിലാകാത്തവർക്ക് മേടിക്കണ്ട, ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല. ബാക്കിയുള്ളവർ ഇപ്പോൾ എനിക്കറിയാം 99% ആൾക്കാർക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാനായിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോണത് താരേ ജമീൻ പർ എന്നൊരു സിനിമയിൽ നമ്മുടെ ശങ്കർ മഹാദേവൻ പാടിയ ഒരു പാട്ടുണ്ട്, എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടും അതെങ്ങനെ ഇതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് താനെ ഇൻട്രസ്റ്റ് വരികയും ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയുകയും അത് 1-2 എപ്പിസോഡിന് ശേഷം നമുക്ക് ആദ്യം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ നിങ്ങളത് ക്ഷമയോടെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിനി കാണാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പലർക്കുമുള്ള ഒരു സംശയമാണ്, ആ പാട്ട് മനസ്സിലാകുന്നില്ല. പലർക്കും എന്താണ് വായിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചിലർക്ക് ഓരോരുത്തരുടെ മ്യൂസിക് സെൻസിൻ്റെ പ്രശ്നമായിരിക്കാമെന്ന് ഞാൻ കരുതി. അതുപോലെ കീബോർഡ് വായിച്ചു കഴിഞ്ഞിട്ട് ഏത് പാട്ടാണെന്ന് ചോദിക്കുമ്പോൾ പലർക്കും അത് മനസ്സിലാകാറില്ല. ഗിറ്റാർ വായിക്കുമ്പോൾ കാരണം പ്രത്യേകം തന്നെ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ മൗത്ത് ഓർഗൻ വായിച്ചിട്ട് ചിലരോട് ചോദിക്കും പാട്ടറിയാമെന്ന് ചോദിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് അങ്ങനെ മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയാണ് ഞാൻ പറയാൻ വന്നത്. താരേ ജമീൻ പർ എന്നുള്ള ഒരു പടം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൽ മാ എന്നുള്ള ഒരു പാട്ടുണ്ട്, വളരെ മനോഹരമാണത്. ആ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. പാട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാകുന്നത്. നമുക്കതിൻ്റെ ഓഡിയോയിൽ ഇപ്പോൾ ആ പാട്ടാണ് ഞാൻ വായിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അതിനുവേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. താരേ ജമീൻ പറിലെ പാട്ട് വളരെ ഫേമസുമാണ്, വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുമാണത്. അതുകൊണ്ട് നിങ്ങൾ
ഒന്ന് ശ്രദ്ധിക്കുക, ആ പാട്ടങ്ങ് ചെയ്യുക. എങ്ങനെയാണ് മൗത്ത് ഓർഗനിൽ വായിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. मैं कभी बदलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। भीड़ में यूं न छोड़ो मुझे, घर लौट के भी आना पाऊं माँ। क्या इतना बुरा मेरी माँ, मेरी नजर ढूंढे तुझे, सोचू यही तू आगे थामेगी माँ। चेहरे पे आने देता नहीं, दिल ही दिल में घबराता हूँ माँ। मैं कभी बदलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ। യെസ്, ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഇൻസ്ട്രുമെൻ്റാണ് ഹാർമോണിക്ക. അഥവാ നമ്മുടെ നാട്ടിൽ ഇതിനെ മൗത്ത് ഓർഗൻ എന്ന് പറയും. വെരി സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇത് പഠിക്കുക എന്നുള്ളത് ആക്ച്വലി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പഠനത്തെക്കുറിച്ചോ
ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം. ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള പഴക്കമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഏകദേശം 3000 BC എന്ന് പറയുമ്പോൾ അറിയാലോ, ഏകദേശം 5000 വർഷത്തിന് മുമ്പ് ചൈനയിൽ രൂപം കണ്ട ഒരു ഇൻസ്ട്രുമെൻ്റാണത്. ബാംബു പോസ്റ്റിലായിരുന്നു അവർ ആദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ബാംബു, അതിനവർ ഷങ് എന്ന് വിളിച്ചത്, ഷങ്. പക്ഷേ BC 3000 വർഷം മുമ്പ് തുടങ്ങിയ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അന്ന് സാധിച്ചില്ല. കാരണം വെച്ചാൽ അന്ന് ലോകം വളരെ ചെറുതാണ്. ഒരു സ്ഥലത്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡെവലപ്മെൻറ്റ് മറ്റുള്ള സ്ഥലത്തേക്ക് വ്യാപിക്കാനുള്ള സമയമെടുക്കും നാച്ചുറലി. അതിന് ഹിസ്റ്ററി പറയുന്നത് ഏകദേശം BC 3000 വർഷം മുമ്പ് ഇൻവെൻറ്റ് ചെയ്ത ഒരു ഇൻസ്ട്രുമെൻ്റാണത്. പക്ഷേ അന്നൊന്നും ഒരിക്കലും ഇതേപോലെയുള്ളൊരു രൂപത്തിലായിരുന്നില്ല. ബാംബു പോസ്റ്റിൽ തുളയിട്ടിട്ട് അവർ വായിച്ചിരുന്നു. ആദ്യ കാലഘട്ടത്തിലെ മൗത്ത് ഓർഗൻ എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് ഊത് മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്ക് വലിക്കുന്ന സിസ്റ്റം ഉണ്ടാവില്ല. അതായത് എക്സൈൽ, ഇൻഹെയിൽ ഉണ്ടായിരുന്നില്ല. അത് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ ഇവിടെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത് 1821 ഫെഡറിക് എൽ ബുഷ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത്. അദ്ദേഹം ഫോറിനറാണല്ലോ. അദ്ദേഹം ചൈനയിൽ നിന്നും ഇത് ആദ്യമായിട്ട് കാണുകയും കണ്ട് പഠിക്കാനുള്ള ഒരു സംവിധാനം അങ്ങേർക്ക് ഉണ്ടാകുകയും ചെയ്തു. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കെല്ലാം ഈ ഇൻസ്ട്രുമെൻ്റ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പരിചയപ്പെടുത്തുമ്പോഴൊന്നും ഇതേപോലുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ല, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നില്ല, വളരെ റൂഡായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. എങ്കിലും അദ്ദേഹം അത് റിസർച്ച് ചെയ്തു. അതിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പല പരിപാടികളും ചെയ്തിരുന്നു. 1921 ബുഷ്മാൻ അദ്ദേഹത്തിൻ്റെ പിയാനോ ട്യൂൺ ചെയ്യാൻ വേണ്ടി ടാർപോഡിയൻസ് എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ ടാർപോഡിയൻസിന് പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ അത് ആക്യുറസി ഇല്ല, ഫ്രാജൈൽ വരുന്ന ഇടക്ക് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇൻസ്ട്രുമെൻ്റ് കിട്ടിയപ്പോൾ, അതായത് ഈ പുതിയ ടൈപ്പുള്ള ചൈനീസ് ഇൻസ്ട്രുമെൻ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സ്റ്റേബിളായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റായിട്ടും തോന്നി. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തോന്നി. അദ്ദേഹം അത് 21 നോട്ടുള്ള ഒരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് രൂപകൽപ്പന ചെയ്തു. അവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴുള്ള ഹാർമോണിക്കയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. ഈ പാട്ട് മനസ്സിലായി കാണുമല്ലോ, കൺബോസിൻ്റെ ഏതാ പാട്ടെന്ന്.